ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 36 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം കിം. അവാച്യവാദാൻ ച ബഹൂൻ വദിഷ്യന്തി തവ അഹിതാഃ നിന്ദന്തഃ തവ സാമർത്ഥ്യം തതഃ ദുഃഖതരം കിം. അവാച്യവാദാൻ ബഹൂൻ വളരെയധികം പറയാൻ കൊള്ളാത്തതായ കാര്യങ്ങൾ വദിഷ്യന്തി പറയും തവ അഹിതാഹ നിൻ്റെ ശത്രുക്കൾ പറയാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ നിന്നെക്കുറിച്ച് നിൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് പറയും. നിന്ദന്തഃ തവ സാമർത്ഥ്യം നിൻ്റെ സാമർത്ഥ്യത്തെ നിന്ദിച്ചുകൊണ്ടും പറയും. തതഃ അതിനേക്കാൾ ദുഃഖതരം കിം ഇതിനേക്കാൾ ദുഃഖതരമായിട്ട് ഇനി എന്താണ് ഉണ്ടാകേണ്ടത്? നിൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ചും നിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ ശത്രുക്കൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വളരെയധികം പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ദുഃഖതരമായിരിക്കുന്ന മറ്റു കാര്യം എന്താണ് ഉണ്ടാവേണ്ടത്? ഒരു ശ്രേഷ്ഠനായ മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ ഒരു അപവാദം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പാട്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ സ്വാഭാവികമായ രീതി അങ്ങനെയാണ്. അതേസമയം ദുർജനങ്ങളുടെ ഏതെങ്കിലും അപവാദങ്ങളാണെങ്കിലോ സാധാരണ ജനങ്ങൾ അത്രയേറെ ഗൗനിക്കാറില്ല. കാരണം അവരങ്ങനെയാണല്ലോ എന്നുള്ള മുൻവിധി എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഒരു ഗുണസമ്പന്നനായ ഒരാൾക്ക് ഉണ്ടാകുന്ന വീഴ്ച വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലും എത്തും. തന്നെയുമല്ല, അത് എല്ലാവരും ഏറ്റുപിടിച്ചുകൊണ്ട് പലരിലേക്കും എത്തിക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ അർജുനൻ ലോകൈക ധനുർധരനാണ്, വില്ലാളി വീരനാണ്, ഗാണ്ഡീവധാരിയാണ്, ധാരാളം ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടിയവനാണ് എന്നെല്ലാമുള്ള മഹത്തായ ഖ്യാതി അർജുനെ കുറിച്ചുണ്ട്. അങ്ങനെയിരിക്കെ അയാളെക്കുറിച്ചുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെറിയ മോശം കാര്യം വന്നാൽ ഉടനെ തന്നെ ആളുകളൊക്കെ അയാളെ മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങും. അത് നിനക്ക് ഏറ്റവും ദുഃഖതരമായി പോവും അർജുന. നിനക്ക് താങ്ങാനാവില്ല, നിനക്ക് സഹിക്കാനാവില്ല അർജുന. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നീ ഒന്നുകൂടി ആലോചിക്കുക എന്ന് അർജുനോട് പറയാണ് ഭഗവാൻ. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം കിം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതഃ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദ് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതഃ വാ ഒരുപക്ഷെ നീ ഹതനായാൽ പ്രാപ്സ്യസി സ്വർഗം നീ സ്വർഗത്തെ പ്രാപിക്കും. ജിത്വാ വാ എന്നാൽ ജയിച്ചാലോ ഭോക്ഷ്യസേ മഹീം നിനക്ക് രാജ്യം അനുഭവിക്കാം. തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ഠ എഴുന്നേറ്റാലും കൗന്ദേയ കുന്തിപുത്ര യുദ്ധായ കൃതനിശ്ചയ യുദ്ധത്തിനായിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട്
എഴുന്നേറ്റാലും. ഒരു ക്ഷത്രിയൻ്റെ പരമമായ ധർമ്മമാണ് ലോകർക്കിടയിൽ നീതി നടപ്പാക്കുക എന്നുള്ളത്. അവിടെ ദുഷ്ടരായ ആളുകളെ ശിക്ഷിക്കേണ്ടതായും ശിഷ്ടരെ സംരക്ഷിക്കേണ്ടതായും ഒക്കെ വന്നു ചേരുന്ന ധർമ്മങ്ങൾ സങ്കുലമായി കിടക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അധർമ്മിയെ ശിക്ഷിക്കുവാനും ധർമ്മിയെ സ്വന്തം മാർഗത്തിലൂടെ നയിക്കുവാനും ഒക്കെ കഴിയുന്നവനാകണം ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ. അർജുനനാവട്ടെ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് അണിനിരന്നിരിക്കുന്ന ദുഷ്ടരായ രാജാക്കന്മാരുടെയൊക്കെ വധം ചെയ്യുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള അർജുനൻ ഇവിടെ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ സ്വന്തം ധർമ്മം നിർവഹിക്കാൻ കഴിയാത്തവനായി പോകുന്നത് തീരെ അഭിലഷണീയമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ധർമ്മയുദ്ധത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന ക്ഷത്രിയരെ അവർക്ക് ആ യുദ്ധത്തിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗം കിട്ടും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ ധർമാനുഷ്ഠാനത്തിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുന്നതാവാം. അല്ലാതെ വീരസ്വർഗമെന്നും സാധാരണ സ്വർഗമെന്നും പറഞ്ഞ് സ്വർഗത്തിന് ഇങ്ങനെ ക്ലാസിഫിക്കേഷനൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. എന്തായാലും ആ ക്ഷത്രിയനെ അല്ലെങ്കിൽ അർജുനനെ ഇവിടെ യുദ്ധത്തിനായിക്കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. ആ യുദ്ധത്തിനായിട്ട് തയ്യാറായിക്കൊണ്ട് മനസ്സിനെ ശരിയാക്കിക്കൊണ്ട് നീ എഴുന്നേറ്റാലും യുദ്ധം ചെയ്താലും എന്നെല്ലാമാണ് അർജുനനെ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ മനസ്സിനെ സമമാക്കി വയ്ക്കണം. അതുപോലെ ലാഭ അലാഭൗ, ലാഭത്തിലും നഷ്ടത്തിലും മനസ്സിനെ തുല്യമാക്കി വയ്ക്കണം. ജയ അജയൗ, ജയമുണ്ടായാലും പരാജയമുണ്ടായാലും മനസ്സിനെ ഒരേപോലെ പാകപ്പെടുത്തിയെടുക്കണം. ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള ബോധം മനസ്സിൽ നിന്ന് കളയണം. തതഃ യുദ്ധായ യുജ്യസ്വ, അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ഒരുങ്ങുക. ന ഏവം പാപം അവാപ്സ്യസി, അങ്ങനെ ആയാൽ പാപത്തെ പ്രാപിക്കുകയില്ല. അപ്പോൾ ഈ സുഖങ്ങളും ദുഃഖങ്ങളും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ സുഖമുണ്ടാകുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ദുഃഖമുണ്ടാകുമ്പോൾ വളരെയധികം വ്യസനിക്കുകയും ചെയ്യാറുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ലാഭാലാഭവും, ലാഭം ഉണ്ടാകുമ്പോഴും അലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുമ്പോഴും നമ്മളുടെ മനസ്സ് ഇങ്ങനെ രണ്ട് അറ്റത്തേക്കും സഞ്ചരിക്കാറുണ്ട്, സന്തോഷത്തിലേക്കും സങ്കടത്തിലേക്കും. അതേപോലെ ജയ അജയവും, ജയമുണ്ടാകുമ്പോഴും അജയമുണ്ടാകുമ്പോഴും മനസ്സിൻ്റെ ആ സഞ്ചാരം രണ്ട് ദിശയിലേക്കും അതിൻ്റെ പാരമ്യതയിലേക്ക് എത്താറുണ്ട്. ഇതൊന്നും അഭിലഷണീയമല്ല. ആരാണോ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സമയകൃത്വ, ഇത് രണ്ടിനെയും സമമാക്കി ചെയ്യണം. എന്നിട്ട് തതഃ യുദ്ധായ യുജ്യസ്വ, അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിനായിക്കൊണ്ട് നീ എഴുന്നേൽക്കൂ. ന ഏവം പാപം അവാപ്സ്യസി, അങ്ങനെ ആയാൽ നീ പാപത്തെ പ്രാപിക്കുകയില്ല. ഈ പുണ്യപാപങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അറിയുന്ന ഭഗവാനാണ് അർജുനനെ ഇപ്രകാരം ഉപദേശിക്കുന്നത്. എന്ത് ചെയ്താൽ പുണ്യമാകും, എന്ത് ചെയ്താൽ പാപമാകും എന്ന വ്യക്തമായ ഉപദേശമാണ് അർജുനന് ഭഗവാൻ കൊടുക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യവുമില്ല. അപ്പോൾ ഏതൊരു യോഗിയാണോ സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും
ജയത്തിലും പരാജയത്തിലും മനസ്സിനെ ഒരേപോലെ കാണുവാനായി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ പര്യാപ്തമാക്കുന്നത്, അപ്രകാരം ഉള്ള മനസ്സിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ ഒരു യോഗി. അങ്ങനെയുള്ളവർക്ക് ഈ പാപത്തെ ഒന്നും പ്രാപിക്കാതെ തൻ്റെ കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ തികച്ചും ലൗകികന്മാരായ ആളുകളാണെങ്കിൽ അവർ സുഖമുണ്ടാകുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ദുഃഖത്തിൽ വളരെയധികം വ്യസനിക്കുകയും ഒക്കെ ചെയ്യും. ഇത് രണ്ടും അഭിലഷണീയമല്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. നമുക്ക് സുഖമുണ്ടാവട്ടെ ദുഃഖമുണ്ടാവട്ടെ, മനസ്സിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചലനം ഏകദേശം പകുതിയിൽ തന്നെ അല്ലെങ്കിൽ ആ വരയിൽ തന്നെ മുകളിലേക്കും താഴേക്കും അല്ലാതെ ഉള്ള ന്യൂട്രലായിട്ടുള്ള ഭാഗത്ത് തന്നെ നിൽക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. സുഖദുഃഖേ സമേകൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. ഏഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിഃ യോഗേ തു ഇമാം ശൃണു ബുദ്ധ്യാ യുക്തഃ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ ഇത്, തേ നിനക്കായിക്കൊണ്ട്, അഭിഹിത പറയപ്പെട്ട അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ട, സാംഖ്യേ ബുദ്ധി ഇത് സാംഖ്യയോഗത്തിലെ ജ്ഞാനമാണ് ഞാൻ ഈ ഉപദേശിച്ചത്. ഇനി ബുദ്ധ്യായുക്ത ബുദ്ധി യോഗേതു ഇമാം ശൃണു. ഇനി ഇതിനെക്കുറിച്ച്, ഈ സാംഖ്യത്തെക്കുറിച്ച്, ജ്ഞാനയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ യോഗ വിഷയത്തിലുള്ള ഇതിൻ്റെ അറിവിനെക്കുറിച്ച് ഞാൻ പറയാം, എന്ന് കേട്ടുകൊള്ളുക. ബുദ്ധ്യായുക്ത ബുദ്ധിയോട് അല്ലെങ്കിൽ ജ്ഞാനത്തോട് കൂടിയവനായാൽ കർമ്മബന്ധം പ്രഹാസ്യസി, നീ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനായിത്തീരും. അല്ലയോ അർജുന, നിനക്ക് ഇപ്പോൾ ഉപദേശിക്കപ്പെട്ട ഇത് സാംഖ്യയോഗത്തിലെ ജ്ഞാനമാകുന്നു. ഇനി യോഗ വിഷയത്തിലുള്ള ഈ അറിവിനെ ഞാൻ ഇനിയും പറയാം, കേട്ടുകൊള്ളുക. ഇപ്രകാരമുള്ള ജ്ഞാനത്തോട് കൂടിയവനായാൽ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാവാം. ഇവിടെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും കർമ്മബന്ധനം ഉണ്ടാവാൻ കാരണം ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധം കൊണ്ടാണ്. ഏത് കർമ്മം നമ്മൾ അനുഷ്ഠിച്ചാലും അതിൻ്റെ എല്ലാം പരിണിത ഫലം എനിക്ക് വേണം എന്നുള്ള ഒരു ശാഠ്യം നമ്മിലെല്ലാവരിലുമുണ്ട്. അതേസമയം നിഷ്കാമമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്നവരാണ് യോഗികൾ. എൻ്റെ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എങ്കിൽ അത് യോഗികൾക്കേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഈ ഉപദേശിക്കപ്പെട്ട ഈ സാംഖ്യ വിഷയകമായിരിക്കുന്ന അറിവ്, അതിനെ കർമ്മ യോഗത്തിനനുസരിച്ചുള്ള അറിവും കൂടി ഞാൻ പറഞ്ഞുതരാം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മബന്ധത്തിൽ മോഹിതനാവുകയില്ല, ബന്ധിതനാവുകയില്ല. അപ്പോൾ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം ഒഴിഞ്ഞ് ഇത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആ പരമാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ജീവാത്മാവ് കരചരണാദികളെ വെച്ച് ചെയ്യുന്നു എന്നതല്ലാതെ ഇതിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹംബുദ്ധിക്ക് സാധ്യതയില്ല എന്ന് വരുന്നു. എല്ലാം ആ ഭഗവാനാണ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർമ്മബന്ധം ഉണ്ടാവുകയില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി.
നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് ന ഇഹ അഭിക്രമനാശഃ അസ്തി പ്രത്യവായഃ ന വിദ്യതേ സ്വൽപം അപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതഃ ഭയാത്. ഇഹ ഇവിടെ അഭിക്രമനാശഃ ന അസ്തി. ഇവിടെ ചെയ്ത കർമ്മങ്ങൾ നിഷ്പ്രഭമായി അല്ലെങ്കിൽ നിഷ്ഫലമായി പോവുകയില്ല തന്നെ. തന്നെയുമല്ല പ്രത്യവായഃ ന വിദ്യതേ, അതിന് വിപരീത ഫലം ഉണ്ടാവുകയും ഇല്ല. സ്വൽപമപി അസ്യ ധർമ്മസ്യ, വളരെ കുറച്ചാണെങ്കിൽ പോലും ഈ ധർമ്മത്തിൻ്റെ ആചരണം എന്ന് പറയുന്നത് ത്രായതേ മഹതഃ ഭയാത്, വളരെ വലിയ ഭയത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുവാനും പര്യാപ്തമാകുന്നു. ഇവിടെ ഈ കർമ്മയോഗത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അതിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും നിഷ്ഫലമായി പോകുന്നില്ല, അല്ലെങ്കിൽ പരിണിത ഫലം ഇല്ലാതായി പോകുന്നില്ല. തന്നെയുമല്ല ചെയ്ത കർമ്മങ്ങൾക്ക് വിപരീത ഫലം ഉണ്ടാവുകയും ഇല്ല എന്നുകൂടി ഭഗവാൻ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. ഈ മഹത്തായ കർമ്മത്തിൻ്റെ ആചരണം വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത് വളരെ വലിയ ഭയങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തമാണ് എന്നുകൂടി ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു. ഇവിടെ നമുക്കെല്ലാം ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ അതിന് കർമ്മഫലമുണ്ടാകുമോ എന്നെല്ലാം പലരും ചോദിക്കും. ചില ചികിത്സകളെക്കുറിച്ച് ചിലർക്ക് ഇപ്രകാരം സംശയം ഉണ്ടാവാറുണ്ട്. വളരെ ധനവ്യയം ഉള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകുമോ എന്നുള്ളത് ആദ്യം ചോദിക്കുക. അപ്പോൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞ് അതിന് വേണ്ടതായ ധനവ്യയം ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം കിട്ടുന്നതാണ് അതിൻ്റെ ഫലം. അത് മുൻകൂട്ടി എങ്ങനെ പറയാനാവും? ഒരു വൈദ്യന് ഇന്നത് ചെയ്താൽ ഇന്ന ഫലം വരും എന്ന് പറയാനായിട്ട് അവർക്ക് മുൻകാലങ്ങളിലുള്ള അനുഭവവും പുസ്തകത്തിലുള്ള ജ്ഞാനവും ഒക്കെ കൈമുതലായുള്ളൂ. അത് വെച്ചിട്ടുള്ള ഉറപ്പുകളെ നമുക്ക് തരാനും കഴിയുകയുള്ളൂ. എന്ന് വെച്ചിട്ട് ഭൗതികമായ സാഹചര്യങ്ങൾ ഏതെങ്കിലും പ്രകാരത്തിൽ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലവും വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മറന്നുപോയിക്കൊണ്ടാണ് അവരോട് ഇപ്രകാരം കൃത്യമായ ഒരു റിസൾട്ടിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം കേവലം ആപേക്ഷികമാണ് എന്നതല്ലാതെ ഒരിക്കലും നിശ്ചയിച്ച് പറയാൻ കഴിയുന്നതല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. തന്നെയുമല്ല ശ്രേഷ്ഠമായ കർമ്മങ്ങളിലേക്കാണ് നമ്മളുടെ ഉദ്യമമെങ്കിൽ അതിൻ്റെ നേരിയ ആചരണം പോലും നമുക്ക് വലിയ ഭയങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ട് സഹായിക്കുന്നതായി തീരും എന്നുകൂടി ഭഗവാൻ ഇവിടെ ഓർപ്പിക്കുന്നു. നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഓം കരചരകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.